SIR-നെ മറയാക്കി ബംഗാളിൽ നടക്കുന്നത് ഭരണഘടനയെ കാറ്റിൽ പറത്തുകയാണ്. ഇതാണ് ഹിന്ദുത്വ ഭരണത്തിന്റെ കാട്ടാളത്വം. ഭരണകൂടത്തിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആദ്യം ആളുകളെ പൗരത്വ രേഖകളിൽ നിന്ന് മായ്ച്ചു കളയുക, പിന്നീട് അവരുടെ അവകാശങ്ങളും വിഭവങ്ങളും നിഷേധിക്കുക എന്ന ഗൂഢതന്ത്രമാണ് ബംഗാളിൽ ഇപ്പോൾ നടപ്പാക്കുന്നത്. NRC CAA ചട്ടക്കൂടിലൂടെ ദേശീയ തലത്തിൽ മുസ്ലിങ്ങളെ രാജ്യരഹിതരും അവകാശരഹിതരുമാക്കുമെന്ന ഭീഷണി ഉയർത്തിയ നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ SIR പ്രക്രിയയിലൂടെ ആ അജണ്ട ബംഗാളിൽ സംസ്ഥാന തലത്തിൽ നടപ്പാക്കുകയാണ്. ബംഗാളിൽ പുതിയ സംഘപരിവാര മന്ത്രിസഭയിലെ വനിതാ ശിശുക്ഷേമ മന്ത്രി അഗ്നിമിത്ര പോൾ വനിതാക്ഷേമ പരിപാടി പ്രഖ്യാപിച്ചു. SIR പ്രക്രിയയിൽ പേര് നീക്കം ചെയ്യപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ നൽകുന്ന പുതിയ അന്നപൂർണ ഭണ്ഡാർ പദ്ധതിക്ക് അർഹരല്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ദരിദ്രരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ നൽകിയിരുന്ന TMCയുടെ ലക്ഷ്മി ഭണ്ഡാർ പദ്ധതി ഇതോടെ ഇല്ലാതാവുകയും SIR പുറത്താക്കിയവർക്ക് ഇനി മുതൽ ഒന്നും കിട്ടാതാവുകയും ചെയ്യുന്ന അവസ്ഥ സംജാതമായിരിക്കുകയാണ്. നിലവിലില്ലാത്ത ഗുണഭോക്താക്കൾ, വ്യാജ ഗുണഭോക്താക്കൾ, ഇന്ത്യക്കാരല്ലാത്തവർ ഒഴിവാക്കപ്പെടുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ വാക്കുകളിൽ മറഞ്ഞു കിടക്കുന്നത് പകൽ പോലെ വ്യക്തം. ഭരണകൂടം ആരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഭരണപരമായി ഇല്ലാതാക്കിയോ അവരെ ഇപ്പോൾ ഇന്ത്യക്കാരല്ലാത്തവരോ അസ്തിത്വമില്ലാത്തവരോ ആയി ചിത്രീകരിച്ച് അവർക്ക് അർഹതപ്പെട്ട ക്ഷേമ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ SIR പ്രക്രിയയിലൂടെ ഏകദേശം 91 ലക്ഷം പേരെ മൊത്തം വോട്ടർമാരുടെ ഏതാണ്ട് 12% വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്ത് നടക്കാത്ത ഒന്നാണ് ബംഗാളിൽ നടന്നത്. ബഹിഷ്കൃതരായ വോട്ടർമാരുടെ അപ്പീലുകൾ പരിഗണിക്കാൻ 19 അപ്പലേറ്റ് ട്രിബ്യൂണലുകൾ രൂപീകരിക്കാൻ സുപ്രീം കോടതിക്ക് തന്നെ ഇടപെടേണ്ടി വന്നു. തെരഞ്ഞെടുപ്പ് ദിവസത്തിന് മുൻപ് ഫയൽ ചെയ്ത 34 ലക്ഷം അപ്പീലുകളിൽ 27 ലക്ഷവും സ്വന്തം ഒഴിവാക്കൽ ചോദ്യം ചെയ്ത് നൽകിയവരുടേതായിരുന്നു. ട്രൈബ്യൂണലുകൾ വെറും 1607 പേരുടെ പേരുകൾ മാത്രം പുനഃസ്ഥാപിച്ചു. ബാക്കിയുള്ളവരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല. നീക്കം ചെയ്യപ്പെട്ടത് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ബംഗാളി സംസാരിക്കുന്ന കുടിയേറ്റ സമൂഹങ്ങളിലും BJPക്കെതിരെ ഒന്നടങ്കം വോട്ട് ചെയ്തിരുന്ന വിഭാഗങ്ങളിലുള്ളവരുമാണ്. ഇത് കേവലം യാദൃച്ഛികമായ ഒന്നായിരുന്നില്ല. ഈ പകൽക്കൊള്ളക്കെതിരെ മമതാ ബാനർജി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും നീതിന്യായ പരിഹാരത്തെക്കാൾ വേഗത്തിൽ തെരഞ്ഞെടുപ്പ് യന്ത്രം മുന്നോട്ട് നീങ്ങി. BJP തെരഞ്ഞെടുപ്പ് വിജയം സ്വന്തമാക്കിയ വഴി കൂടിയാണിത്. പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ ദരിദ്ര സംസ്ഥാനങ്ങളിലൊന്നാണ്. ഭക്ഷ്യസുരക്ഷയ്ക്കും അടിസ്ഥാന വരുമാനത്തിനും ഭരണകൂടത്തിന്റെ ക്ഷേമ പദ്ധതികളെ പൂർണ്ണമായും ആശ്രയിക്കുന്ന വലിയ ജനവിഭാഗങ്ങൾ ഇവിടെയാണുള്ളത്. TMC സർക്കാർ നടത്തിയിരുന്ന സബ്സിഡി ഭക്ഷണശാലകൾ ദിവസക്കൂലിക്കാർക്കും നിർമ്മാണ തൊഴിലാളികൾക്കും രക്ഷക്കാർക്കും നഗരദരിദ്രർക്കും ആശ്വാസമായിരുന്ന ഈ ഊട്ടുപുരകൾ BJP സർക്കാർ രീതിനകം അടച്ചുപൂട്ടി. അധികാരമേറ്റ് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ നടപടി സ്വീകരിച്ചു എന്നത് ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്ന നയം വ്യക്തമാക്കുന്നു. എന്നുവച്ചാൽ TMCയുടെ കാലത്ത് നിലനിന്നിരുന്ന കടുത്ത ദാരിദ്ര്യാവസ്ഥയെ കൂടുതൽ ഗുരുതരമാക്കുന്ന നടപടികളുമായി സംഘപരിവാർ സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നർത്ഥം. ട്രൈബ്യൂണലുകളിൽ അപ്പീൽ ഇനിയും തീർപ്പാക്കാത്ത, അതായത് ഒഴിവാക്കൽ നിയമപരമായി ഇനിയും സ്ഥിരീകരിക്കപ്പെടാത്ത ദശലക്ഷക്കണക്കിന് ആളുകൾക്കും ഇക്കാലയളവിൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുമെന്ന് ഉറപ്പ്. ആദ്യം വോട്ടവകാശം നിഷേധിച്ചു, ഇപ്പോൾ ഭക്ഷണവും പണവും ആരോഗ്യ പരിരക്ഷയും നിഷേധിക്കുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഇപ്പോൾ ക്ഷേമരാഷ്ട്രത്തിൽ നിന്നും നീക്കം ചെയ്യുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ല, തീർച്ചയായും സംഘഫാഷിസം തന്നെയാണ്.